മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 3. അറിയില്ല ദേവേട്ട, ഇന്ന് ഓഫീസിൽ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ 3 പേരെയും കാണണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. സെറ്റിയിൽ കാലുമീത കാല് കയറ്റി വെച്ചുകൊണ്ട് ഗൗരവത്തോടെ ഇരിക്കുന്ന മൂത്ത സഹോദരന് മുൻപിൽ നിന്നുകൊണ്ട് സാവിത്രി ബഹുമാനത്തോടെ അറിയിച്ചു. ആം. മൂക്കിൻ തുമ്പിലിരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഫ്രെയിം കെട്ടിച്ച കണ്ണാടി ഒന്നും കൂടി കയറ്റി വെച്ചുകൊണ്ട് ആ 60 വയസ്സുകാരൻ ഒന്ന് അമർത്തി മൂളി. ദേവരാജൻ, മേലേടത്ത് വീട്ടിൽ മരിച്ചുപോയ അച്യുത മേനോൻ്റെയും നാരായണി അമ്മയുടെയും മൂത്രപുത്രൻ. ഇപ്പോഴുള്ള മേലേടത്ത് ഗ്രൂപ്പിൻ്റെ അത്താണി എന്ന് വേണമെങ്കിൽ പറയാം. ആള് പൊതുവെ നല്ല ഗൗരവക്കാരനാണ്. ആരോടും വലിയ സംസാരത്തിന് പോകുകയില്ല. മരിച്ചുപോയ അച്ഛൻ്റെ അതേ പകർപ്പ്. എല്ലാവരോടും ഉള്ളിൽ നല്ല സ്നേഹമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാത്ത പ്രകൃതമാണ്. അനിയത്തി സാവിത്രി എന്ന് വെച്ച ജീവനാണെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനമാണ് സാവിത്രി അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാധവിന് കിട്ടിയതും ഈ ഒരു സ്വഭാവം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യവുമില്ലാതെ അമ്മ ഇങ്ങനെ വിളിക്കില്ലല്ലോ സാവിത്രിയെ. എന്തേലും അത്യാവശ്യം കാണും. ദേവരാജൻ ഭാര്യ ദേവകിയും അത് ശരിവയ്ക്കുന്ന രീതിയിൽ സംസാരിച്ചു. ആയിരിക്കും ഏട്ടത്തി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് അങ്ങോട്ടേക്ക് പോന്നേക്ക്. അല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടും. ഞാനൊന്ന് അപ്പുറം വരെ പോയിട്ട് വരാം. ശിവേട്ടനോടും കൂടി ഇതൊന്ന് പറയണ്ടേ. അവർ അപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങുവാനായി ഒരുങ്ങി. ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ സാവിത്രിയെ? അതിന് നീ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണോ? ദേവകി അവളോട് സ്നേഹത്തോടെ തിരക്കി. മേലിടത്ത് വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന അന്ന് തൊട്ട് അവർക്ക് സാവിത്രി എന്ന് വെച്ച ജീവനാണ്. സാരില്ല ഏട്ടത്തി, ഒരേ മുറ്റമല്ലേ. ഏട്ടന്മാരെയൊക്കെ കണ്ണു നിറച്ചൊന്ന് കാണണമെങ്കിൽ രാവിലെ ഈ സമയത്ത് ചെന്നാലല്ലേ പറ്റൂ. അതുമല്ല, ശിവേട്ടനെ കണ്ടിട്ട് 2 ദിവസമായി. അതും പറഞ്ഞുകൊണ്ട് സാവിത്രി അവിടെ നിന്നും ധൃതിയിൽ പുറത്തേക്കിറങ്ങി. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എവിടെ പിള്ളേര്? ഇന്ന് ആരെയും പുറത്തേക്ക് കണ്ടില്ലല്ലോ. മുറ്റത്തേക്കിറങ്ങി ചെരുപ്പിടുന്നതിനിടയിൽ പുറത്തേക്കിറങ്ങി വന്ന് ദേവകിയോടായിട്ട് അവർ തിരക്കി. ഇതുവരെ എണീറ്റിട്ടില്ല ആരും. അച്ചും ഭവ്യയും കൂടെ അവിടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും പാതിരാത്രിയായി. ക്ഷീണം കാണും. പിന്നെ ഞാനും കരുതി ഉണർത്തണ്ടാന്ന്. അനിമോമിനെ ഈ സമയത്തൊന്നും എഴുന്നേൽക്കുന്ന ശീലമില്ലല്ലോ അവന്. അവർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. ദേവരാജനും ദേവകിക്കും 2 ആൺമക്കളാണ്. മൂത്തവൻ അശ്വിൻ ഒരു ഡോക്ടറാണ്. പക്ഷേ ആള് ബിസിനസ്സിലാണിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഭാര്യ ഭവ്യ. അവർക്കൊരു 4 വയസ്സുകാരനായ ഒരു മകനുണ്ട്. പേര് അമോഘ്. രണ്ടാമൻ അനിരുദ്ധ എന്ന അനുമോൻ മേലേടത്തുകാരുടെ ബിസിനസ് നോക്കുന്നു. ആള് വിവാഹപ്രായം എത്തിയെങ്കിലും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ശരി ഏട്ടത്തി, ഞാൻ പിന്നെ വരാം. പോവാണേ. മറുപടിയായി ഒന്ന് ചിരിച്ചിട്ട് സാവിത്രി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. നേരെ ശിവരാജൻ്റെ വീട്ടിലേക്ക്. മേലിടത്തിന് തറവാടിൻ്റെ വലത്തുവശത്തായി ദേവരാജനും കുടുംബവുമാണ് താമസിക്കുന്നതെങ്കിൽ തറവാട് വീടിൻ്റെ തൊട്ടിടത്ത് വശത്തായിട്ടാണ് ശിവരാജൻ്റെ വീട് നിലകൊള്ളുന്നത്. ഒരേ മുറ്റത്ത് 3 വീടുകൾ. മക്കളും മരുമക്കളും ഒക്കെ എന്നും ഒരുമിച്ചുണ്ടാവണമെന്ന് നാരായണി അമ്മയ്ക്ക് പണ്ടേ നിർബന്ധമായിരുന്നതുകൊണ്ട് 2 പുതിയ വീടുകൾ തറവാടിന് അപ്പുറം ഇപ്പുറമായി പണിത് ദേവരാജനും ശിവരാജനുമായി അവർ നൽകി. ഏറ്റവും ഇളയ മകനായ കൃഷ്ണദാസിനും ഒരേ ഒരു മകളായ സാവിത്രിക്കുമായി മേലേടത്തെ തറവാട് വീടും അവർ എഴുതി വെച്ചു. 15 തലമുറകളായി മേലേടത്ത് വീട്ടിൽ പെൺകുട്ടികൾ ജനിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് അച്യുതമേനോനും നാരായണിക്കും സാവിത്രി ജനിച്ചപ്പോൾ അവരവളെ ഒരു രാജകുമാരിയായി തന്നെ വളർത്തി. പ്രായപൂർത്തിയായപ്പോൾ ബന്ധുവായ മധു എന്നൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അയാളെ മേലേടത്തേക്ക് ദത്ത് നിർത്തുകയും ചെയ്തു. കല്യാണം കഴിഞ്ഞ് വീണ്ടും 5-6 വർഷങ്ങൾ കഴിയേണ്ടി വന്നു അവർക്കൊരു കുഞ്ഞുണ്ടാവുവാൻ. ഭാഗ്യവശാൽ അതും ഒരു പെൺകുഞ്ഞായിരുന്നതിനാൽ 3 അമ്മാവന്മാരും അവരുടെ മക്കളും ആ പൊന്നോമനയെ തലയിൽ വെച്ച് പുന്നാരിച്ചുകൊണ്ടായിരുന്നു നടന്നത്, മാധവ് ഒഴികെ. അതാണ് നമ്മുടെ ചുമ്മു എന്ന വേദനാരായണി. ചുമ്മുവിന് 10 വയസ്സുള്ളപ്പോഴാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ അവളുടെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം സാവിത്രിയോട് അവളുടെ സഹോദരങ്ങൾക്ക് പഴയതിലും കൂടുതൽ സ്നേഹമാണ്. അവളുടെ എന്താവശ്യങ്ങൾക്കും ദേവരാജനും ശിവരാജനും കൃഷ്ണദാസും മുൻപിൽ തന്നെ നിൽക്കും. ഗിരിചേട്ടത്തി, ശിവേട്ടൻ എവിടെ? ദേവരാജൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സാവിത്രി
അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്ന് കയറിയതും കാണുന്നത് ഹാളിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഗിരിജയാണ്. എന്താണ്? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പത്രവും വായിച്ചുകൊണ്ടിരുന്നവർ ഇത്തിരി ഗർവോടെ തന്നെ സാവിത്രിയെ തല ഉയർത്തി നോക്കി. അത് പിന്നെ അമ്മ അങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞിരുന്നു. 3 ഏട്ടത്തിമാരിൽ ഏറ്റവും കൂടുതൽ ഹുങ്കു കാട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഗിരിജയോട് സംസാരിക്കുവാൻ സാവിത്രി ഒന്ന് മടിക്കും. മറ്റൊന്നുമല്ല, അവരെ സാവിത്രിക്ക് ഇത്തിരി പേടിയുമാണ്. വന്ന 3 പേരിലും കൂടുതൽ സൗന്ദര്യവും പഠിപ്പും കൂടുതലായതുകൊണ്ട് തന്നെ ഗിരിജയ്ക്ക് മറ്റുള്ളവരോട് എല്ലാവരോടും ഒരു പുച്ഛമാണ്. അവരത് ദേവരാജൻ്റെ ഭാര്യ ദേവകിയോടും കൃഷ്ണദാസൻ്റെ ഭാര്യ മായയോടും ഒളിഞ്ഞും തെളിഞ്ഞും കാട്ടാറുണ്ട് താനും. മരുമക്കളിൽ സൗന്ദര്യവും പഠിപ്പും അവർക്കാണ് കൂടുതലെങ്കിലും ആസ്തിയുടെയും തറവാട്ടു മഹിമയുടെയും കാര്യത്തിൽ ദേവകിയും മായയുമായിരുന്നു എന്നും മുൻപിൽ നിന്നിരുന്നത്. എങ്കിലും അമ്മായിയമ്മയായ നാരായണിയമ്മയുടെ മുൻപിൽ പേടിയോടെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതും കാണാം. എന്തിന്? ഗിരിജയ്ക്ക് ചോദിക്കുവാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അതറിയില്ല ഏട്ടത്തി, എല്ലാവരോടും ഇന്ന് രാവിലെ അവിടെ കൂടുവാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. സാവിത്രി കാര്യം പറഞ്ഞു. ആം, പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞിട്ട് മുൻപിൽ സാവിത്രി നിൽക്കുന്നുണ്ടെന്ന് പോലും ഓർക്കാതെ അവർ വീണ്ടും പത്രത്താളുകളിലേക്ക് മുഖം പൊഴുത്തി. പെട്ടെന്നുള്ള അവരുടെ മുഖമടച്ചുള്ള പ്രവൃത്തിയിൽ സാവിത്രി വല്ലാതെയായി. അമ്മായി എപ്പോൾ വന്നു? അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന ചിപ്പി പുഞ്ചിരിയോടെ സാവിത്രിയോട് ചോദിച്ചത്. ഇപ്പോൾ വന്നേ ഉള്ളൂ മോളെ. കുഞ്ഞെന്തിയെ? എഴുന്നേറ്റില്ലേ ഇതുവരെ? അത്രയും നേരം ഗിരിജയുടെ പ്രവൃത്തിയിൽ മനം തോന്നു നിന്ന സാവിത്രിക്ക് ചിപ്പിയുടെ വരവ് ഒരാശ്വാസമായിരുന്നു. ശിവരാജൻ്റെയും ഗിരിജയുടെയും മൂത്ത മകൻ വിവേകിൻ്റെ ഭാര്യയാണ് ചിപ്പി. അവർക്ക് 2 വയസ്സുകാരനായ ഒരു മകനുണ്ട്. പേര് തേജസ്. രണ്ടാമൻ വിപിൻ ഇതുവരെയും വിവാഹിതനായിട്ടില്ല. വിവേകും വിപിനും മേലേടത്ത് ബിസിനസ് നോക്കി നടത്തുന്നവരാണ്. ഇല്ലമ്മായി, ആരും എണീറ്റിട്ടില്ല. സമയമാവുന്നതല്ലേ ഉള്ളൂ. ചിപ്പി ഒട്ടൊരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. എങ്കിൽ പോട്ടെ മോളെ, മായ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ചിപ്പിയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പത്രത്തിൽ തലയിട്ടിരിക്കുന്ന ഗിരിജയൊന്ന് പാളി നോക്കുവാനും സാവിത്രി മറന്നില്ല. സങ്കടത്തോടെ ശിവരാജൻ്റെ വീട്ടിൽ നിന്നും അവർ തറവാട്ടിലേക്ക് തിരികെ നടന്നു. എന്തേ മുഖം പാടിയിരിക്കുന്നെ? ഗിരിജേച്ചി എന്തെങ്കിലും പറഞ്ഞോ? മങ്ങിയ മുഖവുമായി അടുക്കളയിലേക്ക് കയറി വന്ന സാവിത്രിയോട് മായ ആശങ്കയോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി. മുഖത്ത് കഷ്ടപ്പെട്ടൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവർ തൻ്റെ പണികളിലേക്ക് തിരിഞ്ഞു. ഗിരിജേച്ചി എന്തെങ്കിലും പറഞ്ഞു കാണും. അല്ലാതെ ഈ മുഖം ഇങ്ങനെ വെട്ടമില്ലാതെ ഇരിക്കില്ലല്ലോ. കാര്യം പറയ് സാവിത്രി നീയ. മായ അവരെ പിടിച്ച് തനിക്ക് നേരെ നിർത്തി, ഇത്തിരി ബലമായി തന്നെ. ഏട്ടത്തിക്ക് അറിയില്ല ഗിരിജേട്ടത്തിയുടെ സ്വഭാവം. നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഏട്ടത്തിക്ക് ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല. ഒടുവിലവർ ഉള്ളിലുള്ള സങ്കടം മായയുടെ മുൻപിലായി ഇറക്കി വെച്ചു. അതിപ്പോൾ നീയെന്നല്ല സാവിത്രി, ആ വീട്ടിലേക്ക് ഞാൻ പോയാലും ദേവകി ചേച്ചി പോയാലും ഗിരിജേടത്തി ഇതേപോലെ തന്നെയല്ലേ ഞങ്ങളോടും പെരുമാറുന്നത്? അതവരുടെ സ്വഭാവമാണ്. നീ ചുമ്മാ വെറുതെ അതും ആലോചിച്ചുകൊണ്ടിരുന്ന് ഇന്നത്തെ ദിവസം കളയല്ലേ. മായ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിച്ചു. ശരി ഏട്ടത്തി. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പണികളിലേക്ക് തിരിഞ്ഞവർ. അവരുടെ ചെയ്തികളെ നോക്കി ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് മായി അവരുടെ ജോലിയിൽ ചെയ്യുവാനായി തുടങ്ങി. എന്നാലും അവൾക്ക് എങ്ങനെ തോന്നി ചുമ്മു എന്നെ തേക്കാൻ? എന്ത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവളെ പ്രേമിച്ചത്. തൻ്റെ കട്ടിലിൽ തൊട്ടരികിലായി കണ്ണും പൂട്ടിക്കിടക്കുന്നവളോട് പങ്കു തൻ്റെ ഉള്ളിലുള്ള വേദന പകുത്തു. നിന്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോടാ. നീ മാത്രമേ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അവൾ വെറും ഫേക്കായിരുന്നടാ. കണ്ണു തുറക്കാതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പെണ്ണണപ്പല്ലി ഞെരിച്ചു. അതും സത്യ. നീ എന്നോട് പണ്ട് തൊട്ടേ പറയുന്നതാ ആ പെണ്ണ് വെറും ഫേക്കാണെന്ന്. അന്നേ ഞാനത് കേട്ടാ മതിയായിരുന്നു. അവൻ ചുമ്മുവിൻ്റെ ദേഹത്തേക്ക് ഒരു കാലെടുത്ത് വെച്ചുകൊണ്ട് ആത്മഗതം പറഞ്ഞു. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. നമ്മൾ മേലിടത്തെ പിള്ളേരാണെന്നുള്ള കാര്യം ഓഫീസിൽ ആരോടും റിവീൽ ചെയ്യാതിരുന്നത് ഭാഗ്യം. അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ആ രാഗി നിന്നെ കൊണ്ടേ പോവുമായിരുന്നുള്ളൂ. എന്തായാലും ആ മറുത നിന്റെ തലയിലാവാതിരുന്നത് നിന്റെ ഭാഗ്യമെന്ന് കരുതിക്കോ. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ചുമ്മാ അവൻ്റെ ഇടത്തെ കൈയിലേക്ക് തല കയറ്റി വെച്ചു. ആ, അതും സത്യം.
വലങ്കൈ മടക്കി കണ്ണിന് മുകളിലേക്കായി വെച്ചുകൊണ്ട് അവനും കണ്ണുകൾ പൂട്ടിവെച്ചു. ഇരുവരും പതിയെ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ ചുമ്മുവിൻ്റെയും പങ്കുവിൻ്റെയും സൈലൻ്റായി ഇരുന്ന ഫോണുകൾ മാധവിൻ്റെ കോള് കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. ഗുഡ് നൈറ്റ്.